സൂക്ഷ്മമായിട്ട് നിശ്ചിത വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ എത്രത്തോളം ആരാധിക്കുന്നു വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്നെ ഇപ്പോൾ കേൾക്കുമ്പോൾ ഇത് ഇപ്പോഴല്ല, ഇത് പ്രസന്റ് അല്ല, ഇതൊരിക്കലും പ്രസന്റ് അല്ല. പ്രസന്റ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നിശബ്ദതയിലോട്ട് എത്തിയാൽ മാത്രമേ നിങ്ങളുടെ പ്രസന്റ് എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ചലിക്കാത്ത നിശ്ചലമായിട്ടുള്ള അവസ്ഥ മാത്രമേ നിങ്ങളുടെ പ്രസന്റ് ആകത്തുള്ളൂ. Present means going to the silence deep inside you. For that, you have to travel through all the process that which has been done in the past. The hunger is because of the past. The breath is because of the past. The noise you hear is from the past. The light you see is the past. Then you go beyond. That's where the real present of yourself is. If you can attain that position, you occupying space, do have the capacity to sense the present. If you are not sensing that, then of course you are not eligible to live your life. Then you are with the dead. നിങ്ങൾ മരിച്ചവരുടെ കൂട്ടത്തിലാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്നു എന്ന് പറയുന്ന കാലത്തിൻ്റെ ഭാഗം മാത്രമാണത്. കാലത്തിൻ്റെ ഭാഗത്ത് കാണുന്ന എൻ്റെ ശബ്ദത്തെ നിങ്ങൾ കേട്ടിട്ട് അവൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് പറഞ്ഞത് എന്ന് ധരിച്ച് നിങ്ങളുടെ ജീവിതം അതിൻ്റെ പേരിൽ രൂപം കൊടുക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൃത്രിമമായിട്ട് നിങ്ങളുടെ ശരീരത്തിന് രൂപം കൊടുക്കാൻ ശ്രമിച്ചാൽ അതൊരിക്കലും നിലനിൽക്കാൻ പോകുന്നില്ല. If you are going to start from my voice, then that's not the starting point. You will never ever have sustainability in the given space. If you are listening to my voice and trying to start from my voice, no, there's a big problem. There's a big problem. So you just listen. Don't get frustrated by listening to me. Don't get frustrated by listening to anyone. Stay calm. Can you stay calm? Why you cannot stay calm when someone is talking? When there is noise? That because you are not looking after your responsibility. Your responsibility is to stay calm, stay cool. Then you will have the capacity to understand what has made me possible. നിങ്ങൾക്ക് എപ്പോൾ മറ്റൊരാളുടെ ശബ്ദം കേൾക്കുമ്പോഴും ശാന്തമായിട്ടിരിക്കാൻ സാധിക്കുന്നു, അസ്വസ്ഥതയാകാതെ നിശ്ചലമായിട്ട് നിശബ്ദതയിലും ആ സമാധാനത്തിലും ഇരുന്ന് നിങ്ങളെ കണ്ടെത്തുക. മറ്റുള്ളവർ ആര് സംസാരിക്കുമ്പോഴും ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം മാറ്റമുണ്ടായാലും നിങ്ങളുടെ ശാന്തി വെടിയാതെ നിങ്ങൾക്കിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളായിട്ടിരിക്കാൻ കാരണമായിട്ടുള്ള അവസ്ഥയിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ എത്തത്തുള്ളൂ. ശ്രദ്ധയെത്തണം. നിങ്ങളുടെ ശ്രദ്ധ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. പാതി വഴി ഒരിക്കലും ജീവിതം ആരംഭിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. അപ്പം ശാന്തി കൈവരിക്കണം. ശാന്തി കൈവരിക്കുന്നത് ബലം പിടിച്ചും ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല ആളാണെന്നും അഭിനയിച്ചുമല്ല. മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് വലിയ ആളായിട്ട് വേഷം കെട്ടി നടക്കാം, പക്ഷേ എൻ്റെ ജീവിതം തൊലഞ്ഞു പോവും. ആരംഭിക്കേണ്ടത് ആരംഭിക്കുന്നിടത്ത് തന്നെ ആയിരിക്കണം. എവിടെ ആരംഭിക്കാം? ശ്രദ്ധ നമ്മളുടെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള നിശബ്ദതയിലും നിശ്ചലാവസ്ഥയിലും ആരംഭിക്കാൻ വളരെ സിമ്പിളാണ്. യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദ സൈലൻസ്. യെസ്, യു ഹാവ് ടു റീച്ച് ദർ. To start, you have to reach there. To reach there, you should focus what are you doing now. Whatever you are doing, give respect to what you are doing. You should give respect to what you are doing so that no one can meddle with it. No one can interfere in whatever you are doing, because you are doing continuously. Not what you are doing outside, whatever you are doing inside. No one can meddle with it. No one can ever shuffle it, because you are focusing in what you are doing. And from where that initiation has happened, from which point of your body, then as you go get connected with your body together, you can understand this beautiful system is working always for you. This is working always for you. So then why should you be against it? ഈ സിസ്റ്റം, ഈ നമ്മളെ നിലനിൽക്കാൻ കാരണമായിട്ടുള്ള ശരീരം എനിക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനെന്തിനാണ് വേറൊരു പ്രവർത്തനം ആരംഭിക്കേണ്ടത്? അത് വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും ബുദ്ധിപരമായിട്ടുള്ള പേരിലാണെങ്കിലും ഒരിക്കലും അത് എനിക്ക് അനുയോജ്യമാകത്തില്ല. എനിക്ക് വേണ്ടി നിത്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ശരീരത്തിൻ്റെ ഘടനയെ ഞാൻ അറിയുമ്പോഴെല്ലാം എനിക്ക് ആശ്വാസം. ഇറ്റ്സ് വർക്കിംഗ് പെർമനൻ്റ്ലി ഫോർ മീ ഓൾവേസ്. സോ വൈ ഷുഡ് ഐ ഇനിഷ്യേറ്റ് സംതിങ് സ്റ്റുപ്പിഡ് ബിക്കോസ് ഓഫ് മൈൻഡ് ഓർ someone has dictated? That will not merge with this beautiful system, because this beauty is always beautiful. It never seeks anything.
It's always soaked with perfectness. It's very simple. So when you are listening to me, you focus. Are you getting disturbed or are you getting a new idea? No. If you are getting a new idea, that's a problem. You are just sensing your inner self only. When you are listening to me, when you are listening to anyone, you just focus. Are you able to understand yourself more and more? Nothing else. Nothing new should happen. Only you are just exposing yourself clearly. If something new is happening, that's problem. എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അപകടമാണ്. നിങ്ങളെ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ജീവിതം. നിങ്ങൾ ആരെ കേട്ടാലും, എന്നെ മാത്രമല്ല, നിങ്ങൾ ആരെ കേട്ടാലും എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം എന്താണ്? അതൊരു പുതുമയാകരുതും, നിങ്ങളെ തന്നെ തുറന്ന് അനുഭവിക്കുന്ന ഭാഗം മാത്രമേ ആകാവുള്ളൂ. നിങ്ങളെ നിങ്ങൾ അനുഭവിക്കുന്ന ഭാഗം മാത്രമേ ആകാവുള്ളൂ. മറ്റൊന്നും ആകരുതും. അത് നിങ്ങളുടെ താല്പര്യത്തിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. It's possible to have many consequences developing when you're listening to someone. These are the burden that we have to take. So don't let anything happen. You should only happen. You should only be the happening. In your experience, you are the only happening where you can control continuously. That experience can be controlled continuously. You have authority to control that experience continuously. No one else can. No one can see, feel that you are happening. So go deeper into your present. By pure honesty only, you can seek into your present. No one can come with you. No one in this whole world can come with you. You are the only one to go into the present. So when you are associating with others honestly, then only you can go deeper into yourself. Only then you have authority to go deeper into yourself. If you are not behaving honestly to others, you will never ever have the capacity to go deeper into your real self. Your real self is inside, where there is silence, where there is divinity, where there is only beauty. There's no confusion in the real self. To attain that, you have to behave always honestly. Nothing fake can ever make you reach there. So focus wisely. Focus wisely for nothing else, only for yourself. Work earnestly. Work and you can earn your capacity to remain stable within you. You work for something else, then never you will be divided immediately. Focus only on having yourself in your experience. Aha, the wonderful state of being will be opened immediately. Nothing else will happen. So don't make anything else other than what you have the capacity to create. So create wisely. You can understand the creation, the process of creation happening inside. So make it possible continuously. When the creation is happening, you are enjoying your own beautiful self continuously. Enjoying the creation continuously. That's the most wonderful experience that one can have. ഇതൊരിക്കലും നിൽക്കുന്നില്ല. ആ ക്രിയേഷൻ്റെ പ്രോസസ്സ് നമ്മളിൽ നിരന്തരം നടക്കുകയാണ്. അപ്പോൾ നമ്മളെ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ അധികാരമെടുത്ത് നമ്മളെ സൃഷ്ടിക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് നമ്മളെ സൃഷ്ടിക്കുകയാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളവും ശ്വാസവും ശബ്ദവും വെളിച്ചവും കൊണ്ട് നമ്മളെ സൃഷ്ടിക്കുകയാണ്. വി ആർ ക്രിയേറ്റിംഗ് അവർ സെൽസ് വിത്ത് ദ സൗണ്ട്, വിത്ത് ദ ഫുഡ്, വിത്ത് വാട്ടർ, വിത്ത് ബ്രെത്ത് ആൻഡ് ഓൾ ദീസ് തിങ്സ് വിച്ച് ഇസ് ഡെഫിനറ്റ്ലി വി അണ്ടർസ്റ്റാൻഡ് is prominent very much in the gross level. So you're creating yourself. These are the building materials which you know, and you do it wisely. You don't do it for anything else, you do it for your own self only. Then you can understand the beautiful creation happening continuously. It's very simple. It's very smart because this is done by the universe. This is done by the totality. The whole universe is working to make you possible. When the whole universe is working to make one possible, how powerful it will be. It cannot be distracted by anything or anyone in this whole world because the whole world is the participant for making you possible. So you just bow your head to that service the universe is rendering for you. It's quite beautiful. It's very, very powerful. No one can disturb the process of being. So you are your own creator. So willfully you have to do it. This is the freedom that you have got. The freedom to create your own self with the alignment of the universe. Giving attention to that process is your free will. That's the only your free will. That's where your destiny is. That's your fate.
It's nothing more. It's nothing else. It's very simple. It's always very, very simple. Because this is the only way it's possible to continuously maintain yourself in that given space. Create your own body wisely. നമ്മളെ തന്നെ നമ്മൾ സൃഷ്ടിക്കുക. ഭക്ഷണം കൊണ്ട് നമ്മൾ സൃഷ്ടിക്കുന്നു. നമ്മൾക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളെ സൃഷ്ടിക്കാനാണ്. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മളിൽ നടക്കുന്ന സൃഷ്ടിയെ നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കണം. കഴിച്ച ഭക്ഷണം ശരീരമായിട്ട് മാറുന്നത് എപ്രകാരമാണ്? ശരീരമായിട്ട് മാറിയിട്ടും ആ ശരീരം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അറിയണം. നമ്മളിൽ നിന്ന് ആ ഊർജത്തെ നമ്മൾ എങ്ങനെ പങ്കുവെക്കുന്നു, ആരുമായിട്ട് പങ്കുവെക്കുന്നു, അതും അറിഞ്ഞിരിക്കണം. അപ്പൊ ശരീരം സൃഷ്ടിച്ചാൽ പോരാ, ശരീരം സൃഷ്ടിച്ച ശരീരം ആരുമായിട്ട് പങ്കുവെക്കുന്നു, അതും അറിഞ്ഞിരിക്കണം. അപ്പൊ ശരീരം സൃഷ്ടിച്ചാൽ പോരാ, ശരീരം സൃഷ്ടിച്ച ശരീരം നമ്മൾ പങ്കുവെക്കണം. ദിസ് ഈസ് നോട്ട് ഹെൽപ്പിംഗ്. ഇത് നമ്മൾ മറ്റൊരാളെ സഹായിക്കുകയല്ല. നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. ഇത് നമ്മളുടെ അനുകമ്പയോ നമ്മളുടെ ഒരു വലിയ മഹാമനസ്കത കാരണമൊന്നുമല്ല. ഇത് അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മളിവിടെ നിലനിൽക്കത്തുള്ളൂ. നമ്മൾ എന്താണോ, നമ്മൾ എന്തായിരിക്കുന്നോ അത് നമ്മൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ ഹെൽപ്പിംഗ് മെന്റാലിറ്റി. ഓ, ഐ ഹെൽപ്ഡ് ഹിം. നോ, ഐ കനോട്ട് ഡു അതർവൈസ്. ഐ ഹാവ് ടു ഷെയർ. ഐ ഹാവ് ടു കീപ്പ് ഓൺ ഷെയറിങ്. That sharing is always happening. Then only I'll become more